മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നിന്നുള്ള പുതിയ വാർത്ത ഒരു കൂട്ടക്കൊലയാണ്. തലസ്ഥാനമായ കിൻഷാസയിലെ മക്കാല സെൻട്രൽ ജയിലിൽ കലാപം, വെടിവെപ്പ്. സംഘർഷമുണ്ടാക്കി ജയിൽ ചാടാൻ ശ്രമിച്ചവരെ സുരക്ഷാസേന വെടിവെച്ചിട്ടുവെന്ന് ഔദ്യോഗിക ഭാഷ്യം. ആഭ്യന്തരമന്ത്രി ഷബാനി ലുക്കു തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി. വെടിവെപ്പിനിടെ ജയിലിനകത്തെ ആശുപത്രി കെട്ടിടത്തിലും മറ്റും തീ പടർന്നു. ചിലർ വെന്തുമരിച്ചു. ആയിരത്തി 500 പേർക്കുള്ള ജയിലിൽ 15,000 തടവുകാരുണ്ടെന്നാണ് ആംനസ്റ്റിയുടെ കണക്ക്. മുൻ മാസങ്ങളിൽ കുറേ പേരെ മോചിപ്പിച്ച് തിരക്ക് കുറയ്ക്കാൻ അധികൃതർ ശ്രമിച്ചു. 2020 കണക്ക് പ്രകാരം 6% മാത്രമാണ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർ. ബാക്കിയുള്ളവർ വിചാരണ കാത്തുകിടക്കുന്നവരും ജാമ്യമെടുക്കാനാകാത്തവരും. ആ രോഷം സ്വാഭാവികം. ഇവർ ഞങ്ങളെ കൊന്നുകളയും, ജയിലിലെ അന്തേവാസികൾ വിളിച്ചു പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ജീവനെടുക്കുന്നു. ജയിൽ കലാപം. വെടിയേറ്റും ചവിട്ടേറ്റും പോയത് 5-10 പേരുടെ ജീവനല്ല, 129 എണ്ണം. 60-ലധികം പേർക്ക് പരിക്ക്. ആയിരത്തി 1957 ബെൽജിയൻ കോളനി വാഴ്ചക്കാലത്ത് പണിത ജയിലാണ് കുപ്രസിദ്ധി നേടിയ മക്കാല. 2017 ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് തടവുകാർ ജയിൽ ചാടാൻ ശ്രമിച്ച ചരിത്രമുണ്ടതിന്. 2020 സമാനമായ സംഭവമുണ്ടായി. ഒരു ക്രിസ്ത്യൻ തീവ്രവാദ ഗ്രൂപ്പും മറ്റൊരു തവണ ഐസിസും ബലം പ്രയോഗിച്ച് പ്രതികളെ മോചിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ച ഇടം. സംരംഭജനകമായ ഞെട്ടിക്കലുകളിൽ കോങ്കോ ഏറെ പേര് കൽപ്പിച്ചവരാണ്. കലാപം, ദാരിദ്ര്യം, പിടിച്ചുപറി, മോചനദ്രവ്യത്തിന് തട്ടിക്കൊണ്ടുപോകൽ, മയക്കമരുന്ന് മാഫിയ, നാനാവിധ രോഗങ്ങൾ. പട്ടിണിയാണ് മെയിൻ വില്ലൻ. ഗതികേട് മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിക്കും. കോങ്കോയുടെ ചരിത്രത്തിലുടനീളം ഈ ഗതികെട്ട ജീവിതമുണ്ട്. അശാന്തരായ മനുഷ്യരുടെ അതിതീവ്ര സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ ക്രിമിനൽ ജീവിതം സൃഷ്ടിക്കുന്നു എന്ന അനുഭവം. അതിദാരുണമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ആ ജനത. അതിനിടെയാണ് ജയിൽ കലാപം. ലോകത്തെ ഏറ്റവും മോശം ജീവിതാവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്ന്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ, പട്ടിണി, അതിക്രമങ്ങൾ, കൊള്ള, വെടിവെപ്പ്, പോഷകാഹാരമില്ലാത്ത കുട്ടികളുടെ മരണം, ഇതെല്ലാം കൂടുതലാണ്. 25.4 മില്യൺ ജനതയ്ക്ക് മതിയായ ഭക്ഷണമില്ല. അതിൽ 13.2% കുട്ടികൾ വിശന്ന് കരയുന്നു. 7.3 മില്യൺ ജനത പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിനും തൊഴിലിനും സംഘർഷങ്ങളെ തുടർന്ന് 3.7 മില്യൺ കുട്ടികളുമുണ്ടതിൽ. ഇങ്ങനെ സമാനതകളില്ലാത്ത ദുരിതങ്ങളുടെ സാമൂഹിക സംഘർഷ ഭൂമിയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. പേരിൽ മാത്രം ഡെമോക്രാറ്റിക്. മധ്യ ആഫ്രിക്കയും കിഴക്കൻ ആഫ്രിക്കയും വ്യത്യസ്തമല്ല ഇക്കാര്യത്തിൽ. വംശീയ സംഘർഷത്തിനും സൈനിക അട്ടിമറിക്കും ശമനമില്ലാത്ത മേഖലകൾ. പട്ടാളവും റെബൽ ഗ്രൂപ്പുകളും പരസ്പരം ചോരക്കുതി തീർക്കുന്നു. തോക്കുകൊണ്ട് കളിച്ച് കുതി തീരാത്ത മനുഷ്യർ. പകർച്ചവ്യാധിയും ഭക്ഷ്യക്ഷാമവും മറുവശത്ത്. ഏറ്റവും ധാതുസമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നാണ് മധ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. ധാതുഖനനം കൊണ്ട്
സമ്പന്നമാകാൻ കഴിയും. എന്നിട്ടും സംഘർഷത്തിൻ്റെ ഭൂമിയാണ്. മഹാഭൂരിപക്ഷം പേരും പട്ടിണിയിൽ. തൊട്ടയൽ രാജ്യങ്ങളിലൊന്നിൻ്റെ പേര് റുവാണ്ട എന്നാണ്. 8 ലക്ഷം പേരുടെ കൂട്ടക്കൊല നടന്ന, ഏതാണ്ട് 5 ലക്ഷത്തോളം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായ അതേ റുവാണ്ട. കോങ്കോയിലെ പുതിയ പ്രതിസന്ധി എംപോക്സ് ആണ്. എംബോളയും കോവിഡ് മഹാമാരിയും നശിപ്പിച്ച രാജ്യത്തിന് കിട്ടിയ പുതിയ പ്രഹരം. അതിലേറ്റവും അവസാനത്തെ വാർത്ത മാത്രമാണ് മക്കാല ജയിൽ കൂട്ടക്കൊല. കോങ്കോയ്ക്കത് അത്ര ഞെട്ടിക്കുന്ന കാര്യമല്ല, പതിവുകളുടെ തുടർച്ച മാത്രം.